ഈ ഓണക്കാലത്ത് കുടുംബസമേതം കോവളം ബീച്ച് സന്ദർശിക്കാതിരിക്കുന്നതാകും നല്ലത്. ഹായ് ഹലോ, ഉലകം ചുറ്റും വാലിബൻ്റെ പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തലസ്ഥാന നഗരിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമാണ് കോവളം. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട നിരവധി ബീച്ചുകൾ കോവളത്തിന് ചുറ്റുമുണ്ട്. 17 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്ത് പരന്നു കിടക്കുകയാണ് കോവളം ബീച്ച്. പ്രധാനമായും 3 ബീച്ചുകളുടെ സംയോജനമാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ പാറക്കെട്ടുകളാൽ ഇവ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഹൗവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്, സമുദ്ര ബീച്ച് എന്നിവയാണിവ. ലൈറ്റ് ഹൗസ് ബീച്ചിൽ നിന്ന് ഹൗവ ബീച്ചിനെ വേർതിരിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ സൂര്യാസ്തമന വ്യൂ പോയിന്റ്. കോവളത്തെ ഏറ്റവും ജനപ്രിയ ബീച്ചാണ് ലൈറ്റ് ഹൗസ് ബീച്ച്. ഇവിടുത്തെ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി നിൽക്കുന്നത് മറ്റൊരു രസകരമായ അനുഭവമാണ്. രാവിലെ 10 മുതൽ 12:45 വരെയും ഉച്ച കഴിഞ്ഞ് 2 മുതൽ 5:45 വരെയും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവധിയായിരിക്കും. മറ്റൊരു പ്രശസ്തമായ ബീച്ചാണ് അശോക ബീച്ച്. സമുദ്ര ബീച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. കോവളം ബീച്ചിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്ര ബീച്ച് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യത ആഗ്രഹിക്കുന്ന ആർക്കും ഈ ബീച്ച് തിരഞ്ഞെടുക്കാം. മിക്കവാറും എല്ലാ ഹണിമൂൺ പാക്കേജുകളിലും ഈ ബീച്ച് ഉൾപ്പെടുത്താറുമുണ്ട്. അശോക ബീച്ചിലാണ് കോവളം ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതമായി ഇറങ്ങുവാൻ സാധിക്കുന്ന തരത്തിൽ ആഴം കുറഞ്ഞ കടൽ കോവളത്തുണ്ട്. അതിനാൽ പൊതുവെ കുട്ടികളെയും കൊണ്ട് ബീച്ചിൽ പോകാൻ മടിക്കുന്നവർ പോലും കോവളം തിരഞ്ഞെടുക്കുന്നു. കോവളം കടപ്പുറത്തെ മണൽത്തരികൾക്ക് ഭാഗികമായി കറുപ്പ് നിറമുണ്ട്. ഇൽമനൈറ്റ്, തോറസൈറ്റ് ധാതുക്കളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. രാവ് ഉറങ്ങാത്ത, ആഘോഷങ്ങൾ അവസാനിക്കാത്ത ഇടമാണ് കോവളം ബീച്ചും പരിസരവും. ബീച്ചിൽ ചിലവഴിക്കുന്ന സമയം നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ഇവിടെ ലഭിക്കും. സൺബാത്ത് മുതൽ ഹെർബൽ ബോഡി ടോണിംഗ് മസാജ് വരെയും നീന്തൽ, ബോട്ടിംഗ്, കട്ടമരം ക്രൂസിംഗ്, യോഗ, ഷോപ്പിംഗ് എന്നിങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉള്ള ആയുർവേദ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് കോവളം കടൽ തീരം. 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ ബഡ്ജറ്റ് ഹോട്ടലുകൾ വരെ ഇവിടെ ലഭ്യമാണ്. ബ്രിട്ടീഷുകാരന് ഒരു സാധാരണ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന കോവളത്തിനെ ഇന്ന് കാണുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ബീച്ചാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓണം അവധിക്കാലത്ത് കോവളം സന്ദർശിക്കാതിരിക്കുന്നതാകും നല്ലത്. കലിപൂണ്ട കടലും വിദേശികളില്ലാത്ത തീരവും കണ്ടിട്ട് തിരിച്ചു പോരേണ്ടി വരും. നവംബർ മുതൽ മാർച്ച് വരെയാണ് ബീച്ച് സന്ദർശിക്കാൻ പറ്റിയ സമയം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഇടുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.